Okay, good evening. So today we are going to see a bar graph. മലയാളത്തിലാണ് എക്സ്പ്ലനേഷൻ വരുന്നത്. ഈ ബാർ ഗ്രാഫ് നമുക്ക് മുമ്പിൽ കിടക്കുന്ന ഈ ബാർ ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. അപ്പൊ ഈ ചാർട്ട് എന്ത് ചാർട്ടാണ്? ഇതൊരു ബാർ ചാർട്ടാണ്. ഇതൊരു ബാർ ചാർട്ടാണ്. ഈ ചാർട്ട് എന്ത് കാണിക്കുന്നു? ഇത് കാണിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സ്. അപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സിന്റെ പെർസെൻറ്റേജ് ആണ് ഇത് കാണിക്കുന്നത്. ഇൻ 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്. 6 ഡിഫറെൻറ്റ് ടൈപ്പ്. അതേതൊക്കെയാണ്? നഴ്സറി, പ്രൈമറി സ്കൂൾ, സെക്കൻഡറി സ്കൂൾ, കോളേജ്, പ്രൈവറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സിറ്റി. ഇങ്ങനെ 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്. എവിടെയാണ് നടക്കുന്നത്? യു കെയിലാണ്. ഒരു കാര്യം ഞാൻ പറയാം, യു കെ എപ്പോൾ എഴുതിയാലും അതിന് മുമ്പിൽ നമ്മൾ എന്താ പറയണം? എന്ന് പറയണം. അപ്പൊ യു കെ നിങ്ങൾ റൈറ്റിങ്ങിൽ എവിടെ എഴുതിയാലും, സ്പീക്കിങ്ങിൽ എവിടെ ഉപയോഗിച്ചാലും യു കെയുടെ മുമ്പിൽ എന്ന വാക്ക് ഉപയോഗിക്കണം. ഓക്കെ. എപ്പോഴാണ് ഇത് നടന്നത്? 2010. അപ്പൊ 2010 നടന്നത്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എക്സ്പ്ലനേഷൻ പോകുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നമ്മൾ ഇത് സമ്മറൈസ് ചെയ്യണം. ഇത് ഒരുപാട് ഡേറ്റ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് സമ്മറൈസ് ചെയ്യണം. എങ്ങനെയാണാവോ സമ്മറൈസ് ചെയ്യേണ്ടത്? സെലക്ടിങ് ആൻഡ് റിപ്പോർട്ടിങ് ദ മെയിൻ ഫീച്ചേഴ്സ്. ഇതിലെ മെയിൻ ഫീച്ചേഴ്സ്, അതായത് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ്, അങ്ങനെയുള്ള മെയിൻ ഫീച്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം. അത് മാത്രമല്ല, അത് കമ്പയർ ചെയ്യണം. ഏതൊക്കെയാണ് റെലവൻ്റ് ആയിട്ടുള്ളത്, ആ റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ നമ്മൾ കമ്പയറും ചെയ്യണം. ഇതാണ് നമ്മളുടെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ആക്സിസിൽ കിടക്കുന്ന സാധനം 100% ആണ്. ആ 100% ഇങ്ങനെ പോകുന്നു. 100% എന്ന് പറയുന്നത്, ഇവിടെ 100% എന്ന് പറയുന്നത് ആൾക്കാരുടെ എണ്ണമാണ്. അതായത് മെൻ പ്ലസ് വിമൻ, മെയിൽ പോപ്പുലേഷൻ പ്ലസ് ഫീമെയിൽ പോപ്പുലേഷൻ. മെയിൽ ടീച്ചേഴ്സും ഫീമെയിൽ ടീച്ചേഴ്സും കൂടെ ചേരുമ്പോഴാണ് ഈ കാണുന്ന 100% വരുന്നത്. അപ്പോ ഈ 100 പേരുണ്ടെങ്കിൽ 100ൽ 95 പേര് ഫീമെയിൽ ടീച്ചേഴ്സ് ആണെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 100 പേരുണ്ടെങ്കിൽ 100ല് എത്ര പേരാണ്? 90 പേര് ഫീമെയിൽ ടീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം എന്താണ് ഈ 100% എന്ന് കൃത്യമായി? ഇത് എന്താണ് 100% എന്ന് പറഞ്ഞാൽ? 100% എന്ന് പറഞ്ഞാൽ നഴ്സറി സ്കൂൾ, അതായത് നഴ്സറി സ്കൂളിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്? അതായത് 60 ടീച്ചേഴ്സേ ഉള്ളെന്ന് വെച്ചു. ആ 60 പേരിലെ 95% ഫീമെയിൽസ് ആണെന്നാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 പേരുണ്ടെന്ന് വെച്ചു. ആ 600 പേരിലെ 90%, അതായത് 500 പേരും ഫീമെയിലാണ്. 100 പേര് മാത്രമേ ഉള്ളൂ ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ കണക്കെന്ന് പറയുമ്പോൾ. കണക്ക് ഇവിടെ ഇത് എത്രയോ ആകാം. ഇതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഡിനോമിനേഷൻ ഇല്ല. ഇവിടെ യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സിന്റെ എണ്ണം ചിലപ്പോൾ 10,000 ആയിരിക്കാം. ആ 10,000-ലെ ഇത്ര ശതമാനം, അതായത് 70%-ഓളം മെയിൽ ട്യൂട്ടേഴ്സ് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 30%-ഓളം മാത്രമേ ഉള്ളൂ ഫീമെയിൽ. അപ്പൊ ഈ 70-ഉം ഈ 30-ഉം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് 100% ആവുന്നത്. അപ്പൊ ഈ 70 എന്ന് പറയുമ്പോൾ 7,000 ആണ്. ഈ 70 എന്ന് പറയുമ്പോൾ 3,000 ആണ്. 70 + 3,000 കൂട്ടുമ്പോഴാണ് 10,000 യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ 7,000 പേര് മെയിൽസും 3,000 പേര് ഫീമെയിൽസും. അപ്പോ ഇവിടെയാണ് പ്രശ്നമെങ്കിൽ, ഇവിടെ നമുക്ക് 5,000 കോളേജ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ
5000-ൽ 2500 ആരാണ്? മെയിൽസും 2500 ഫീമെയിൽസും. ഇതാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് ടാസ്ക് അനാലിസിസ്. ആ ടാസ്ക് അനാലിസിസിൽ ഞാൻ നോക്കിയത് ഇതാണ് ഇപ്പോൾ. അപ്പൊ ടാസ്ക് അനാലിസിൽ ഞാൻ നോക്കിയ 100% എന്ന് പറയുന്നത് ഈ നമ്പേഴ്സ് ആണ്. മൊത്തത്തിൽ എത്ര നഴ്സറി സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ടോ അതിലെ ഇത്ര ശതമാനം, മൊത്തത്തിൽ എത്ര യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ഉണ്ടോ അതിലെ ഇത്ര ശതമാനം. അതാണ് നമ്മൾക്ക് മനസ്സിലാകേണ്ടിയുള്ളത്. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് നമുക്ക് വ്യക്തമായി പ്രിലിമിനറി ഇൻഫർമേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഇൻഡെപ്ത് അനാലിസിസ് ആണ്. ഓരോന്നോരോന്ന് സ്പെസിഫിക് ആയിട്ട് ഞാൻ എടുത്തിട്ട് ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്ന് തരം തിരിക്കണം. അല്ല എങ്കിൽ അതിൻ്റെ എഴുതേണ്ട വശം എന്താണ് എന്ന് നോക്കണം. ആദ്യം ഞാൻ നോക്കേണ്ടത് മൊത്തത്തിലുള്ള ആ കാര്യമാണ്. മൊത്തത്തിലുള്ള ട്രെൻഡ്, മൊത്തത്തിലുള്ള ഒരു പിക്ചർ എന്താണെന്ന് വെച്ചാൽ, നഴ്സറി സ്കൂളില്, പ്രൈമറി സ്കൂളില്, സെക്കൻഡറി സ്കൂളില് ഇവിടെ എല്ലാം വിമനാണ് മേൽക്കോയ്മ വരുന്നത്. കോളേജില് തുല്യമാണ്. അപ്പൊ രണ്ടേ ഏരിയയിൽ മാത്രമേ ഉള്ളൂ മെയിൽസിന് ഭൂരിപക്ഷം ഉള്ളത്, മെയിൽ ടീച്ചേഴ്സ് കൂടുതലുള്ളത്. അത് പ്രൈവറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും യൂണിവേഴ്സിറ്റിയിലും. ആ പ്രൈവറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ പ്രപ്പോർഷൻ വ്യത്യാസം കുറച്ചേ ഉള്ളൂ, അതുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ വളരെ കുറച്ച് വ്യത്യാസം മാത്രമേ മെയിലും ഫീമെയിൽ ടീച്ചേഴ്സ് തമ്മിലുള്ള വ്യത്യാസം പ്രൈവറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉള്ളൂ. അപ്പോൾ മേജർ ആയിട്ടുള്ള ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, മെയിൽ ഫീമെയിൽ പ്രപ്പോർഷനിൽ മെയിൽ ഡോമിനേഷൻ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ഒരേ ഒരു സ്ഥലം യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് കാര്യം മനസ്സിലായി. ഒന്ന്, അപ്പോൾ മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി പിന്നെ ആ പ്രൈവറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോമിനൻസും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളിടത്ത് എല്ലായിടത്തും ജനറൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഫീമെയിൽ ഡോമിനൻസ് ആണ് കാണുന്നത്. അപ്പൊ മൊത്തത്തിലെ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ഈ UK-യിലെ എഡ്യൂക്കേഷണൽ സെറ്റപ്പില് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് ഫീമെയിൽ ടീച്ചേഴ്സിനാണ്, മെയിൽ ടീച്ചേഴ്സിനല്ല. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊരു തരത്തിൽ ഇത് പറയാം. ആ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഇത് നഴ്സറി ചെറിയ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഇത് പ്രൈമറി സ്കൂളായി, സെക്കൻഡറി സ്കൂളായി, കോളേജായി, പിന്നീട് ഇങ്ങനെ പോവുകയാണ്. പ്രൈവറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും യൂണിവേഴ്സിറ്റിയും അത് നമുക്ക് പറയാൻ പറ്റില്ല. പ്രൈവറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനെ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് 4 എന്ന് പറയാം. അപ്പോൾ ഇത് കൂടുന്നതനുസരിച്ച്, എഡ്യൂക്കേഷൻ ലെവല് കൂടുന്നതനുസരിച്ച് ഫീമെയിൽസിന്റെ പ്രപ്പോർഷനിൽ ഒരു കുറവ് നമ്മൾ കാണുന്നു. അതായത് കുറഞ്ഞ എഡ്യൂക്കേഷൻ ലെവൽസിൽ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഫീമെയിൽസും, കൂടിയ എഡ്യൂക്കേഷണൽ ലെവൽസിൽ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന മെയിൽസുമാണ് എന്ന് പറയാം. അപ്പൊ 2 തരത്തിൽ എനിക്ക് പറയാം. മൊത്തത്തിൽ ഫീമെയിൽ ഡോമിനൻസ് ആണ് എന്ന് പറയാം. 2, എഡ്യൂക്കേഷൻ ലെവല് അഡ്വാൻസ് ചെയ്യും തോറും, അതായത് നഴ്സറി സ്കൂളിൽ നിന്ന് മേലോട്ട് എഡ്യൂക്കേഷൻ ലെവൽ കുറവ്, ഫീമെയിൽ ഡോമിനൻസ് കുറവാണ്. ഇനി മൂന്നാമതൊരു തരത്തിൽ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡോമിനൻസ് ഫീമെയിൽസിനാണ് എന്നുള്ളത് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത്തെ വസ്തുത, ആ ഡോമിനൻസ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ കൂടുന്നതനുസരിച്ച് കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നു. അപ്പൊ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പൊ ഏറ്റവും നല്ല പിക്ചർ ഓവർവ്യൂ എന്താണ്? അതാണ്. അപ്പോ ഡോമിനൻസ് ഫീമെയിൽസിനാണ്. അത് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അഡ്വാൻസ് ചെയ്യുന്നത് പോറും നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമുക്ക് 2010-ലെ സ്ഥിതി.
അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഈ സാധനം തന്നെ റീഫ്രേസ് ചെയ്താൽ ഇൻട്രൊഡക്ഷൻ ആയി. ഇപ്പോൾ ഓവർവ്യൂ ആയി, അതായത് മൊത്തത്തിലുള്ള പിക്ചർ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പോകേണ്ടത് സ്പെസിഫിക് ഇൻഫർമേഷൻ. വേറെ ഒന്നുമില്ല. സ്പെസിഫിക് ഇൻഫർമേഷൻ ഏറ്റവും കൂടുതൽ ഈ രണ്ട് ഏരിയയിലും കൂടുതൽ പോകുന്നത് ഫീമെയിൽ ആണ്. ഇവിടെയും ഡോമിനൻസ് കൂടുതലുണ്ട്, പക്ഷേ കോളേജിൽ എത്തുമ്പോൾ അത് ഈക്വൽ ആകുന്നു. പക്ഷെ ഈ രണ്ട് സെഗ്മെന്റിൽ വരുമ്പോൾ മെയിൽ ഡോമിനൻസ് പ്രകടമാകുന്നു. അതായത് 1, 2, 3 സെഗ്മെന്റ് ആയിട്ട് നമ്മളിത് തരം തിരിച്ച് പറയുന്നു. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു സെന്റൻസ്, ഒരു ഓവർവ്യൂ, മാക്സിമം 2 സെന്റൻസ്, പിന്നീട് ഇതൊന്ന്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി 1 + 2 2 + 3 3 + 2 5 5 + 2 7 7 + 2 9. ഏകദേശം 9 സെന്റൻസ് വരുന്ന ഒരു ആർട്ടിക്കിളാണ് ഞാൻ എഴുതാൻ പോകുന്നത്. എൻ്റെ ഈ പ്ലാൻ ചെയ്തില്ല എങ്കിൽ നമ്മൾക്ക് എഴുതാൻ പറ്റുകയില്ല. അപ്പൊ ടാസ്ക് അനാലിസിസ് ചെയ്ത് ഞാൻ എസ്സേ, അതായത് ടാസ്ക് മനസ്സിൽ ഇത്ര സെന്റൻസ് സെറ്റ് ചെയ്യാതെ, ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാതെ എഴുതി തുടങ്ങിയാൽ നമ്മൾക്ക് പറ്റുന്ന അബദ്ധം പകുതി വഴിക്കെത്തി നിന്ന് പോകും. അതുകൊണ്ട് മൊത്തത്തിൽ പ്ലാൻ ചെയ്യാൻ ഏകദേശം ഒരു 5 to 7 minutes എടുത്ത് ഞാനിത് പ്ലാൻ ചെയ്ത് ഇൻട്രൊഡക്ഷനകത്ത് ഇന്ന് എഴുതുന്നു, ഓവർവ്യൂവിനകത്ത് ഇന്ന് എഴുതുന്നു, 3 പാരഗ്രാഫായിട്ട് ഞാൻ ഇതിനെ തരംതിരിക്കുന്നു, അതിൽ ഇത്ര സെന്റൻസ് എഴുതുന്നു, അതിൽ ഡേറ്റ ഒക്കെ എഴുതുന്നു, ഏതൊക്കെ കമ്പാരിറ്റീവ് വേർഡ്സ് ഉപയോഗിക്കുന്നു, എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയതിനു ശേഷം എനിക്ക് ആവറേജ് വരുന്നത് 8 to 9 സെന്റൻസസ് ആണ് വരുന്നത്. മേ ബി 10 പോകാം. അപ്പൊ അതിന് കുറവാകാം, കൂടുതലും ആകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ കാണുകയാണ്. അപ്പൊ ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ നോക്കുന്നത്, the chart below shows the percentage of male and female teachers in 6 different types of educational settings in the UK in 2010. അപ്പൊ ഞാനിത് ഫ്രെയിം ചെയ്യാൻ പോവാണ് ഇൻട്രൊഡക്ഷൻ.
സോ ഞാനിവിടെ പറഞ്ഞു involvement of teachers in various levels of educational settings in the UK divided by gender in 2010 is depicted in the given bar chart. ഞാനിവിടെ മാർക്ക് ചെയ്യാം എന്തൊക്കെയാണ് ഇൻവോൾവ്മെന്റ് ഓഫ് ടീച്ചേഴ്സ്. അപ്പോൾ അവിടെ ടീച്ചേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് അത്രേ പറഞ്ഞുള്ളൂ. ടീച്ചേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പെർസെൻറ്റേജ് ഓഫ് മെയിൽ ആൻഡ് ടീച്ചേഴ്സ് ഇൻ എന്നാ പറഞ്ഞേക്കുന്നത്. അത് വേറൊരു രീതിയിൽ പറഞ്ഞു, ഇൻവോൾവ്മെന്റ് ഓഫ് ടീച്ചേഴ്സ് ഇൻ വേരിയസ് ലെവൽസ് ഓഫ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ്. അവിടെ 6 എന്ന് പറഞ്ഞു, 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ആ 6 ഡിഫറെന്റിന്റെ പകരം ഞാനിവിടെ വേരിയസ് ഇട്ടു, ലെവൽ ഓഫ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് ഇട്ടു. എവിടെയാണ് സംഭവിക്കുന്നത്? ഇൻ ദ UK അവിടെ പറഞ്ഞു. ഡിവൈഡഡ് ബൈ ജെൻഡർ, അപ്പോൾ മെയിലും ഫീമെയിലും എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു. എപ്പോഴാണ്? 2010. എവിടെയാണ്? ബാർ ചാർട്ടിൽ. ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഓവർവ്യൂ എഴുതണം. സോ ഞാനിവിടെ പറഞ്ഞു, ഇൻ ജനറൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ an obvious female domination is there in most lower level settings. Most lower level settings 1, 2, 3 മോസ്റ്റ് ലോവർ ലെവൽ സെറ്റിങ്സില് ഞാൻ വളരെ ക്ലിയർ ആയിട്ടുള്ള, ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഫീമെയിൽ ഡോമിനേഷൻ കാണുന്നു. ആൻഡ് ആസ് ദ ലെവൽ അഡ്വാൻസസ്, ലെവൽ കൂടുന്തോറും അത് കുറയുന്നു. ഇറ്റ് ഈസ് സീൻ ഡിക്ലൈനിങ്. ഇതാണ് നമ്മൾ ഓവർവ്യൂവിൽ കണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഓരോരോ ഏരിയയിലോട്ട് പോവാണ്.
Now, ഞാനിവിടെ പറഞ്ഞേക്കുന്നത് in both nursery and primary school settings. Nursery primary school settings, female teachers outnumbered their male counterparts heavily. അവരുടെ മെയിൽ കൗണ്ടർ പാർട്സിനെ, അതായത് മെയിൽ ടീച്ചേഴ്സിനെ, കൗണ്ടർ പാർട്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ടീച്ചേഴ്സിനെ ഹെവി ആയിട്ട് ഔട്ട് നമ്പർ ചെയ്തു, വലിയ രീതിയിൽ ഔട്ട് നമ്പർ ചെയ്തു. ഔട്ട് നമ്പർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്പറുകളിൽ വലിയ വ്യത്യാസം വരുത്തി. ഇൻ ദ ഫോർമർ സെറ്റിംഗ്, ആദ്യത്തെ സെറ്റിംഗ്, അതായത് നഴ്സറി സ്കൂൾ സെറ്റിംഗ്. ഫോർമർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ, രണ്ടെണ്ണം പറഞ്ഞു, പ്രൈമറി സ്കൂളും നഴ്സറിയും പ്രൈമറി സ്കൂളും. ഇൻ ദ ഫോർമർ സെറ്റിംഗ്, അതായത് നഴ്സറി സ്കൂളിൽ, ഔട്ട് ഓഫ് ദ ടോട്ടൽ ടീച്ചേഴ്സ്, എത്ര ടീച്ചേഴ്സ് ഉണ്ടോ അതിലെ ദ റേറ്റ് ഓഫ് വിമൻ, റേറ്റ് പ്രപ്പോർഷൻ ഓഫ് വിമൻ, വിമന്റെ പ്രപ്പോർഷൻ എത്രയാണ്? എബൌട്ട്, ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു എബൌട്ട്, കൃത്യക്കണക്കല്ല പറഞ്ഞേക്കുന്നത്, എബൌട്ട്, അപ്രോക്സിമേറ്റ്ലി, എറൗണ്ട്, നിയർലി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമുക്കിവിടെ ഡേറ്റ വരച്ച് എക്സാക്ട് സ്റ്റാറ്റിസ്റ്റിക്സ് തരാത്തത് കൊണ്ട് ഞാനിവിടെ എറൗണ്ട് എന്ന്, നിയർലി എന്ന്, അപ്രോക്സിമേറ്റ്ലി എന്നൊക്കെ പറയും. Whereas the latter, it was nearly 90%. രണ്ടാമത്തെ വരുമ്പോൾ അത് 90% ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ രണ്ട് കേസ് നമ്മൾ കവർ ചെയ്തു. സോ ഞാനിവിടെ പറഞ്ഞേക്കുന്നത് അടുത്ത പാരഗ്രാഫിൽ, വെൻ ഇറ്റ് കംസ് ടു ദ സെക്കൻഡറി സ്കൂൾ ലെവലിലോട്ട് പോവുകയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ഫീമെയിൽ ടു മെയിൽ ടീച്ചേഴ്സ് വാസ് 55:40. 55 ഫീമെയിൽ ടു മെയിൽസ്, 55:45. 55-45 അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല എങ്കിൽ അത് യെസ് അതാണെന്ന് തോന്നുന്നു. യെസ് ഇറ്റ് ഈസ് 55, ഇത് 55, ഇത് 45 ആണെന്ന് തോന്നുന്നു എനിക്ക്. നിയർലി
വാസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ആ ഒരു വാക്ക് ഉപയോഗിക്കാം, വാസ് അപ്രോക്സിമേറ്റ്ലി എന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ പ്രശ്നം തീർന്നു. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഞാൻ പറഞ്ഞു approximately 55:45. And in colleges this ratio leveled at 50. കോളേജിലായപ്പോൾ ഇത് ലെവൽ ആയിട്ട് കണ്ടു 50. Okay, that's it.
സോ ഞാനിവിടെ അവസാനത്തെ പാരഗ്രാഫ് വന്നു. The situation in both private training institutes and universities in the UK was entirely different. Private training institute-ലും യൂണിവേഴ്സിറ്റിയിലും entirely different ആയിരുന്നു. In the former setting, the of the gross teachers, മൊത്തത്തിൽ gross means total, gross teachers-ലെ മൊത്തത്തിലുള്ള ടീച്ചേഴ്സിലെ the proportion of male teachers stood above the females at around 55. Okay, അപ്പോൾ ഇത് ഏകദേശം 55-ൽ വരുന്നു. However, in the latter setting, രണ്ടാമത്തെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലാണ്, this was about 70%, around 70% ആണ്, which was the highest for males in any educational setting in the UK. അപ്പോൾ UK-യിലുള്ള എല്ലാ എഡ്യൂക്കേഷൻ സെറ്റിങ്ങിലും ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനിത് റീഓർഡർ ചെയ്യാണ്. സി can say introduction കഴിഞ്ഞു, overview കഴിഞ്ഞു, അതിനുശേഷം ഞാൻ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതി, സെക്കൻഡ് പാരഗ്രാഫ് എഴുതി, ലാസ്റ്റ് പാരഗ്രാഫ് എഴുതി. Okay, so introduction, overview, okay, so ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള പിക്ചർ. നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വേർഡ് കൗണ്ട് 169, 169 വാക്കിൽ ഞാൻ എൻ്റെ വർക്ക് തീർത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാൻ അനുസരിച്ച് എൻ്റെ സെന്റൻസ് കൗണ്ട് നോക്കുകയാണെങ്കിൽ, ഒരു സെന്റൻസ് ഇവിടെ, അടുത്ത സെന്റൻസ് ഇവിടെ, 2, 3, 4, 5, 6, 7, 8 സെന്റൻസിൽ എൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ നിർത്തിയത് 9 സെന്റൻസ് ആയിരുന്നു ഞാൻ ഫ്രെയിം ചെയ്തിരുന്നത്. 9-നകത്ത് നിർത്തി. അപ്പോൾ കുറച്ചുകൂടെ ഫോർമലായി. എത്രയെത്ര വേർഡ് കൗണ്ട് കുറയ്ക്കുമോ അത്രത്തോളം നമ്മൾ ഫോർമൽ. വേർഡ് കൗണ്ട് കൂടും തോറും ഫോർമാലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. കണക്ഷൻസ് കൂടുമ്പോഴാണ് വേർഡ് കൗണ്ട് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാനിതെല്ലാം കമ്പയർ ചെയ്തു, പ്രോപ്പറായിട്ട് കമ്പയർ ചെയ്തത് കൊണ്ടാണ് വേർഡ് കൗണ്ട് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ബാർ ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ.